ഹലോ, ഗുഡ് മോർണിംഗ്. ഇന്ന് ഹോളിഡേ ആയതുകൊണ്ട് മോർണിംഗ് കുറച്ച് സ്ലോ ആണ് കേട്ടോ. ഇന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഞങ്ങൾക്ക് പുട്ടും കടലയാണ്. പുട്ടും കടലയും പൊതുവേ അങ്ങനെ പിള്ളേർക്ക് ഇഷ്ടം ഇല്ലാത്ത ഒരു ബ്രേക്ക്ഫാസ്റ്റാണ്. പക്ഷെ എന്നാലും ഇന്ന് പുട്ടും കടലയാണ്. അപ്പോൾ പിന്നെ ചായയും പത്രമായിട്ട് ഇരിക്കണം മുന്നേ കടല വേവിക്കാം. പിന്നെ അതിൻ്റെ കൂടെ തന്നെ തുണികൾ മെഷീനിലിട്ട് കഴുകാൻ തുടങ്ങാമെന്ന് വിചാരിച്ചു. അപ്പോൾ രണ്ട് പണികൾ ഒരുമിച്ച് നടക്കുമല്ലോ. ചായ കുടിച്ച് കഴിയുമ്പോഴേക്കും കടലയും റെഡിയാവും, ബ്രേക്ക്ഫാസ്റ്റ് കഴിയുമ്പോഴേക്കും തുണിയും റെഡിയാവും ഇരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെ ഇതെല്ലാം ഒരുമിച്ച് നടക്കും പണികളല്ലേ. അങ്ങനെ ഇത് ചായ കുടിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ഞങ്ങളുടെ അപ്പുറത്തെ വെളിയിലുണ്ടല്ലോ ഒരു മാമൻ വന്നിട്ടുണ്ട് ഇന്ന് അവിടെ പണി ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ മാമന് ഏണി വേണമെന്ന് പറഞ്ഞിട്ട് അപ്പുറത്തുനിന്ന് വിളിക്കുന്നുണ്ട്. അപ്പോൾ ഏണി ഉണ്ട് ഇവിടെ, പക്ഷേ കുറച്ച് ഹെവിയാണ്, എനിക്കെടുത്ത് കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ അത് എടുക്കാൻ വേണ്ടിയിട്ട് മാമൻ വന്നു. ഇപ്പം ചക്കയും മാങ്ങയൊക്കെ അടച്ചതിന് ശേഷം തിരിച്ചു കൊണ്ടുതരുന്നത്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് തുടങ്ങാം. ഇന്ന് കടലക്കറി വയ്ക്കുന്നത് തേങ്ങ വറുത്തരച്ചിട്ടാണ് കേട്ടോ. തേങ്ങ വറുത്തരയ്ക്കുന്ന കിടന്ന് നോക്കിയപ്പോഴേക്കും വീട്ടിൽ കുറേ കൊപ്ര കിടക്കുന്നുണ്ട്. അപ്പം പിന്നെ പണി എളുപ്പമായല്ലോ. കൊപ്ര ഒന്ന് അരിഞ്ഞ് പറക്കിയെടുത്ത് മിക്സിയിൽ ഒരു കറക്കി കഴിഞ്ഞാൽ പിന്നെ 5 മിനിറ്റല്ലേ വേണ്ടൂ, നമുക്കത് ഒന്ന് ചൂടാക്കി എടുത്താൽ മതിയല്ലോ. അപ്പോൾ ഇന്ന് തേങ്ങ വറുത്തരച്ച കടലക്കറിയും പുട്ടും. അപ്പോൾ ഈ പുട്ടും കടലയെന്ന് പറഞ്ഞാൽ പിള്ളേരെ വിളിച്ചു വന്നപ്പോൾ അവർ പറയുന്നത് അയ്യോ പുട്ടും കടലയാണോ എന്നാൽ പിന്നെ അമ്മ ഞങ്ങൾക്ക് ടേസ്റ്റുള്ള എന്തെങ്കിലും, അതായത് അവർക്ക് ടേസ്റ്റ് തോന്നുന്ന എന്തെങ്കിലും കൂടെ അതിൻ്റെ കൂടെ ഉണ്ടാക്കണേ എന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ ഒരു മാങ്ങയും കൂടെ എടുത്ത് കുറച്ച് മാംഗോ ഷേക്കും കൂടെ ഉണ്ടാക്കി. കാരണം പുട്ടും കടലയും തന്നെ വയറ് ഹെവിയാണല്ലോ കഴിക്കുന്നതിന്. അപ്പോൾ പിന്നെ വലിയ ഗ്ലാസ്സിലൊന്നും അവർക്ക് മാംഗോ ഷേക്ക് കുടിക്കാനൊന്നും പറ്റില്ല. അപ്പോൾ കുറച്ച് മാംഗോ ഷേക്ക് ഉണ്ടാക്കിയപ്പോഴേക്കും അവർക്ക് സമാധാനമായി. അങ്ങനെ അവരെ വിളിച്ച് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് വേണം ബാക്കി പണികൾ. ഇന്ന് ആക്ച്വലി ഞാൻ അടുത്ത ദിവസം എന്താണ് പണി ചെയ്യേണ്ടതെന്നുള്ള കാര്യം തലേ ദിവസം തന്നെ ആലോചിച്ച് വയ്ക്കും. പക്ഷേ എന്നാലും അതിൽ മാറ്റങ്ങൾ വരും. ആ ദിവസത്തെ എന്താ പറയുക, ആ മാറ്റങ്ങൾ വരും. കറക്റ്റായിട്ട് ആ പ്ലാനിങ് പോലെ ഒന്നും നടക്കില്ല. ഇന്ന് ആക്ച്വലി വീട് വലയൊക്കെ അടിച്ച് ഫാനൊക്കെ വൃത്തിയാക്കണം, ആ പരിപാടിയായിരുന്നു ഇന്നത്തേക്ക് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇന്ന് രാവിലോട്ട് നോക്കിയപ്പോൾ നല്ല വെയിലുണ്ട്. അപ്പോൾ ആ ഒരു പ്ലാനൊക്കെ മാറ്റി പിടിച്ചു. ഇപ്പോൾ ഈ അടുക്കളയൊക്കെ ഒന്ന് ഒതുക്കി പറക്കി എടുത്തിട്ട് തുണികളും വിരിക്കണം. പിന്നെ മെയിൻ കാര്യം ഇന്ന് സിംബയുടെ കൂട് കഴുകണം. എൻ്റെ സിംബക്കുട്ടിയെ ഒന്ന് കുളിപ്പിക്കുകയും വേണം. അപ്പോൾ അവനെ കുളിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങണ മുന്നേ മുറ്റം അടിക്കാണ്ട് പറ്റില്ല. കാരണം അവിടെ മുഴുവൻ നനഞ്ഞു കഴിഞ്ഞാൽ പിന്നെ മുറ്റം അടിക്കാൻ പറ്റില്ല. അപ്പോൾ അതോടെ മുറ്റം അടിച്ചതിന് ശേഷം വേണം അവനെ കുളിപ്പിക്കാൻ വേണ്ടിയിട്ട്. അവനെ കുളിപ്പിക്കുന്ന ഒരു ടാസ്ക്കാണ്. അവനെ കുളിപ്പിച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കുളിക്കാണ്ട് വേറെ ഒരു പരിപാടിക്കും ഇറങ്ങാൻ പറ്റില്ല. അങ്ങനെ തുണികളൊക്കെ വിരിച്ച് അവൻ്റെ കൂട് വൃത്തിയാക്കാൻ വേണ്ടിയിട്ട് ഇനി പോവുകയാണ്. മഴയുണ്ടെങ്കിൽ ഈ പരിപാടികളൊന്നും നടക്കില്ല. വീട്ടിനകത്തുള്ള പരിപാടികൾ മഴയുണ്ടെങ്കിലും ചെയ്യാമല്ലോ, പുറമേ ഉള്ളത് മഴയുണ്ടെങ്കിൽ ചെയ്യാൻ ബുദ്ധിമുട്ടല്ലേ. അപ്പോൾ അതുകൊണ്ടാണ് ഇന്ന് നമ്മളെ പ്ലാനൊന്ന് മാറ്റി പിടിച്ചത്. കൂട് കഴിയണം സിംഗു. ആള് വരികയാണ് നോക്കാൻ വേണ്ടി അവൻ്റെ കൂട് ബിഫോർ ആൻഡ് ആഫ്റ്റർ എങ്ങനെയുണ്ടെന്ന്. നേരെ വൃത്തിയാക്കിയിട്ടുണ്ടോ ഇല്ലയോ? ഭയങ്കര വൃത്തിയുള്ള ആളാണ്. ഇങ്ങോട്ട് വരാതെ സിംബ. Good boy. ആ വോളും ഞാൻ റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ പുറമേ നിന്ന് നമ്മുടെ സിംബയുടെ കൊരയൊക്കെ കേൾക്കാം. പക്ഷേ അത് എന്താ പറയുക, ഞാൻ ഹെൽപ്ലെസ് ആണ്. അവനെനിക്ക് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റില്ലല്ലോ. ആള് അവൻ്റെ കൂടൊക്കെ വൃത്തിയായി കഴിഞ്ഞപ്പോഴേക്കും നോക്കാൻ വേണ്ടി അകത്ത് കയറിയിട്ടുണ്ട്. ഇനി വല്ല കംപ്ലൈൻറ്റും ഉണ്ടോ എന്ന് എനിക്കറിയില്ല.
കുളിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ആശാന്. കുഞ്ഞിലെ തന്നെ കുളിക്കാൻ വിളിച്ചു കഴിഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ് കുളിക്കാൻ വേണ്ടി. പക്ഷെ ഞാൻ കുളിപ്പിക്കാൻ വരികയാണെന്നുണ്ടെങ്കിൽ അത് കുളിയല്ല, അവന് കളിയാണ്, ഭയങ്കര കളിയാണ് ഞാൻ കുളിപ്പിക്കാൻ വരികയാണെങ്കിൽ. ചേട്ടനാണെന്നുണ്ടെങ്കിൽ അങ്ങനെയൊന്നുമില്ല, അവൻ ഭയങ്കര എന്താ പറയുക, ഒരു മര്യാദരാമനാണ്. അവൻ പറയുന്ന പോലെ അനുസരിക്കും, ഇരിക്കണം, നിൽക്കണം. അത് ഒന്നും അവന് എന്താണോ ചേട്ടൻ പറയണത് അതുപോലെ ചെയ്യുക. ഞാൻ കുളിപ്പിക്കാൻ വരുമ്പോഴാണ് അവൻ്റെ എല്ലാ അഭ്യാസങ്ങളും പുറത്തു വരുന്നത്. എവിടെയാടാ പോണത്? മഴയാണെങ്കിൽ കാരണം ഉണങ്ങൂല, അവൻ്റെ മേലിൽ കുറെ മുടിയുണ്ടല്ലോ, അത് ഉണങ്ങില്ല. പിന്നെ അടുത്ത സ്മെല്ല് വരും, പിന്നെ പങ്കെടുക്കും വരും. അതുകൊണ്ട് മഴയാണെങ്കിൽ അവനെ കുളിപ്പിക്കില്ല. മഴയത്ത് അവൻ കുളിക്കാൻ നിന്നും തരില്ല, അവൻ ഓടും. അവന് തണുത്തിട്ടായിരിക്കും, അവൻ ഓടും. Up. Good boy. Oi, 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 oi. No, wait. Ah, Baba Kuda. Good boy. No. ഭയങ്കരമാണ് ഞാൻ കുളിപ്പിച്ചത്. പിടിച്ചോര് അവിടെ ആ സിമ്പിടെ ചെയിൻ എവിടെ? ചെയിൻ എവിടെ പോയി? സിമ്പിന്റെ ചെയിൻ എവിടെ? സിംബ അവൻ ടവല നോക്കാൻ പോയിരിക്ക. കുളിപ്പിച്ചുകൊണ്ടിരുന്നപ്പോൾ ഞാൻ അവൻ്റെ ചെയിന് ഊരി മാറ്റിയിരുന്നത്, അവൻ്റെ ആ ആഭരണം ഇടാൻ വേണ്ടിയിട്ട് ഓടി വരികയാണ്. ടവലെവിടെ? കുടികേറ് പിടിച്ചോ അവനെ, പിടിച്ചോ കുടിക. സിമ്മോടിക്ക് സാധനം കൊണ്ടുവരട്ടെ അമ്മ. ആദ്യം പറയുമ്പോ അവൻ്റെ ഗുഡ് ബോയ് ആയിട്ട് കുളിച്ചു. അപ്പോൾ മാളു ഇപ്പം അവന് ട്രീറ്റ് കൊണ്ടുവരും. അപ്പോൾ ആ ട്രീറ്റിന് വേണ്ടിയിട്ട് അവൻ കാത്തു നിൽക്കുകയാണ്. ഇനി അവനെ പുറത്തിറക്കില്ല. പുറമെ അത് ടൈൽസ് മുഴുവൻ ഉണങ്ങാണ്ട് അവനിനി പുറത്തിറക്കില്ല. എല്ലാം ഉണങ്ങിയിട്ടേ അവനെ പുറത്തിറക്കുള്ളൂ. അല്ലെങ്കിൽ ആ വെള്ളത്തിൽ പിന്നെയും പോയി കിടന്ന് അഴുക്ക് അവൻ്റെ മേലിൽ. അവനെ കുളിപ്പിച്ച് കയറുമ്പോൾ തന്നെ നമ്മളൊരു വഴിയാവും. ഇനി നമ്മളൊന്ന് കുളിച്ച് എന്താ പറയുക ഫ്രഷ് ആവാണ്ട് അടുത്ത പണിയിലേക്ക് കടക്കാൻ പറ്റില്ല. കാരണം നമ്മൾ പാതി ഫുൾ നനഞ്ഞിരിക്കുകയും. ഇങ്ങനെ നമ്മളെ കുളിയും തേവാരം എല്ലാം കഴിഞ്ഞ് അടുത്ത പരിപാടിക്ക് ഇറങ്ങിയിട്ടുണ്ട്. ഇന്ന് ഉച്ചയ്ക്ക് ചോറല്ല കേട്ടോ, ഞങ്ങൾക്ക് ലഞ്ചിന് ഇന്ന് ഉച്ചയ്ക്ക് ആലു പൊറാട്ടയാണ്. ഞങ്ങളുടെ വീട്ടിൽ അങ്ങനെ ഉച്ചയ്ക്ക് ചോറ് തന്നെ വേണമെന്ന് അങ്ങനെ നിർബന്ധമൊന്നുമില്ല. എന്തെങ്കിലും ഉണ്ടാക്കിയാൽ മതി. അതായത് കാപ്പിയല്ല, പക്ഷേ ഇങ്ങനെ ചോറ് തന്നെ വേണം, ചോറും കറിയും ചോറിന് മെഴുക്കുവരട്ടി വേണം, അങ്ങനെ നിർബന്ധമൊന്നുമില്ല. അപ്പോൾ ഇന്ന് പിള്ളേർ പറഞ്ഞു, അമ്മ ഇന്ന് ഉച്ചയ്ക്ക് നമുക്ക് ആലു പൊറോട്ട ആക്കിയാൽ മതി, ചോറ് വേണ്ട. അപ്പോൾ എനിക്കത് ഈസി ആയല്ലോ. കാരണം 2-3 കറികളും ചോറും ഒന്നും വെക്കണ്ട. ഇതുണ്ടാക്കി കഴിഞ്ഞാൽ ഇതിൻ്റെ കൂടെ
ഒന്നീ അച്ചാർ ആണ്, അല്ലെങ്കിൽ നമ്മൾ സൈഡ് ഡിഷായിട്ട് തൈരിൽ പഞ്ചസാര ഇട്ടിട്ട് മിക്സ് ചെയ്തിട്ട് എടുക്കും. ചിലപ്പം തൈരിൽ നമ്മൾ ശർക്കര ഇടാറുണ്ട്, അതും നല്ല ടേസ്റ്റാണ്. ഇത് നമ്മളിങ്ങനെ മിക്സ്ചർ ഉണ്ടാക്കിയിട്ട് ചപ്പാത്തിയുടെ മാവിൽ സ്റ്റഫ് ചെയ്യുക, പിന്നെ അതിനെ പരത്തിയിട്ട് ചുട്ടെടുക്കുക, നെയ്യ് കൂടെ അതിൻ്റെ മുകളിൽ നെയ്യ് കൂടെ ഒഴിച്ചിട്ട്. എനിക്ക് ഇത് ഉണ്ടാക്കാൻ ഭയങ്കര ഈസിയാണ്, കാരണം കുറേ കാലം കൊണ്ട് ഉണ്ടാക്കണതുകൊണ്ട്. ഇതിൻ്റെ വേറെയും പല വെറൈറ്റി ഉണ്ടല്ലോ, പനീർ പൊറോട്ടയുണ്ട്, അല്ലെങ്കിൽ ഗോബി പൊറോട്ടയുണ്ട്, അതും നല്ല ടേസ്റ്റാണ്. ഇന്ന് പക്ഷേ നമുക്ക് ആലു പൊറോട്ടയാണ്. അതിൻ്റെ ഇടയ്ക്ക് ഒരാൾ വന്നിട്ടുണ്ട്, ടൊമാറ്റോ സൂപ്പ് കുടിക്കാൻ റിക്വസ്റ്റ് പറഞ്ഞുകൊണ്ട് വന്നിട്ടുണ്ട്. മോനാണ്, ടൊമാറ്റോ സൂപ്പ് കുടിക്കണം അത്ര. ആമ്പരന് ഞാൻ തന്നെ ഉണ്ടാക്കിക്കൊള്ളാം അമ്മ ടൊമാറ്റോ സൂപ്പ്. എനിക്ക് മോളിൽ നിന്ന് ഒന്ന് എല്ലാം പറഞ്ഞു തന്നാൽ മതി, ഞാൻ ഉണ്ടാക്കുന്ന പരിപാടിയൊക്കെ ഞാൻ ചെയ്യാം. ഓ ആയിക്കോട്ടെ, ഇന്നെന്തായാലും ഉണ്ടാക്കില്ല, ഉണ്ടാക്കാം, ഈ ആഴ്ച ഉണ്ടാക്കാം. ആമ്പിള്ളേരായാലും അടുക്കളപ്പണി അറിഞ്ഞിരിക്കണമല്ലോ. എന്തെങ്കിലുമൊക്കെ അവർക്ക് അത്യാവശ്യമായിട്ട് എന്തെങ്കിലും ഉണ്ടായി കഴിക്കണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ ആരെയും ആശ്രയിക്കാണ്ട് അവരവരുടെ എന്താ പറയുക വിശപ്പടക്കാൻ പറ്റണമല്ലോ, നല്ല കാര്യമാണ്. അപ്പോൾ അത് അവർ ഉണ്ടാക്കാമെന്ന് പറയുമ്പോൾ നമ്മൾ നോ എന്ന് പറയരുതല്ലോ, ഉണ്ടാക്കട്ടെ. അടുക്കളപ്പണിയും വീട്ടുപണിയും എല്ലാം ആമ്പിള്ളേരായാലും പെൺപിള്ളേരായാലും അറിഞ്ഞിരിക്കണം എന്നാണ് എൻ്റെ അഭിപ്രായം. ഇതിൻ്റെ കൂടെ തൈരും പഞ്ചസാരയുടെ മിക്സർ ഉണ്ടാക്കുന്ന പറഞ്ഞില്ലേ, ആ മിക്സർ ഞാൻ പൊറോട്ട ഉണ്ടാക്കുമ്പം അതുണ്ടാക്കുന്ന ജോലി ഒന്നീ മോള് ഏറ്റെടുക്കും, അല്ലെങ്കിൽ ചേട്ടനുണ്ടെങ്കിൽ ചേട്ടൻ ഏറ്റെടുക്കും. ഈ പണി അവർക്കാണ്. മോള് ഉണ്ടെങ്കിൽ അവൾ വരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഉണ്ടാക്കും തോറും ടേസ്റ്റ് നോക്കി 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 അവൾ പാതി അവളുടെ വയറ്റിൽ തന്നെ ആക്കും, അപ്പോഴേ തന്നെ. മോളെത്തിയിട്ടുണ്ട് അടുക്കളയിൽ. അത് പുളി കുറവാണ്. മഴത്തോട്ട് നനഞ്ഞിട്ടാണെന്ന് അറിയില്ല, ചെറിയ ഒരു തൊണ്ടവേദനയുണ്ട്, ശബ്ദം മാറി വരുന്നുണ്ട്. നമ്മൾ ഈ മഴയുണ്ടാകുമ്പോഴേ മഴ തോർന്നതിന് ശേഷം വെളിയോട്ട് ഇറങ്ങും, പക്ഷേ ഈ മരങ്ങളിലൊക്കെ നിൽക്കുന്നതുകൊണ്ട് ഇലയിലെ വെള്ളമൊക്കെ ഇങ്ങനെ വീഴും ടപ്പട്ടപ്പന, അത് തോർത്തി കളയാൻ മറന്നു പോകും. അങ്ങനെ മിക്കവാറും സംഭവിക്കണത് അങ്ങനെയാണ് കോൾഡ് വരുന്നത്. മോൾ അറിഞ്ഞില്ല കേട്ടോ, ക്യാമറ ഓണായിരുന്നു എന്ന്. വേണ്ട, അങ്ങനെ ലഞ്ച് റെഡിയായി. ഇനി ലഞ്ച് കഴിക്കണം. ഇന്ന് കുറച്ച് പണികളൊക്കെ ഒതുക്കിയതിന് ശേഷം ഇന്നിപ്പോൾ കുറച്ച് റെസ്റ്റാണ്. ആദി അപ്പോൾ ഇന്നത്തെ മോർണിംഗ് വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യുക. അപ്പോൾ അടുത്ത വിശേഷങ്ങൾ അടുത്ത വീഡിയോയിൽ. അതുവരെ ബൈ. ടേക്ക് കെയർ.